ആറ്റിങ്ങൽ കെ.എസ്.ആർ.ടി.സി ബസ് സ്റ്റാൻഡിൽ പുതിയതായി നിർമ്മിക്കുന്ന ആധുനിക ഷോപ്പിംഗ് കോംപ്ലക്സ് കം ബസ് ടെർമിനലിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. ചടങ്ങിൽ ഒ.എസ്. അംബിക എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ആറ്റിങ്ങലിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പുതിയ സൂപ്പർഫാസ്റ്റ് ബസ് സർവീസ് അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ഗുരുവായൂരിലേക്ക് രാവിലെ 5:30 മണിക്ക് പോയിരുന്ന സൂപ്പർഫാസ്റ്റ് പുനരാരംഭിക്കാൻ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റേഷൻ. തിരുവനന്തപുരം, കണിയാപുരം, ആറ്റിങ്ങൽ, കൊല്ലം ഇങ്ങനെ കേരളത്തിലെ ദേശീയപാതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിലൊന്നാണ്. നമ്മുടെ എം.എൽ.എ. ശ്രീമതി ഒ.എസ്. അംബിക നിരന്തരമായ സമ്മർദ്ദം, എനിക്ക് തോന്നുന്നു അവരെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള മന്ത്രി ഞാനാണ്. എന്നെ മിക്കവാറും ദിവസം കാണും. നിയമസഭ വെച്ച് എല്ലാ ദിവസവും കാണും. നിയമസഭ ഇല്ലാത്ത ദിവസം ഓഫീസിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വരും. ഇവിടെ ഒരു നല്ല ബസ് സ്റ്റേഷൻ പണിയണം എന്നുള്ളൊരാഗ്രഹമായിട്ട് അവർ വരികയും, ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്, 3 ബസ് സ്റ്റേഷന് വേണ്ടിയിട്ടാണ് പ്രത്യേക താല്പര്യം എടുത്തിട്ടുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കൊട്ടാരക്കര, അത് കഴിഞ്ഞാൽ ആറ്റിങ്ങൽ, പിന്നെ കൊല്ലം. ഈ 3 ബസ് സ്റ്റേഷനുകളും ഒന്ന് നവീകരിച്ച് പണിയണം എന്ന് അദ്ദേഹം എപ്പോഴും പറയാണ്. ആറ്റിങ്ങൽ ഇത്രയും നല്ല ഒരു റോഡിൻ്റെ സൈഡിലുള്ള ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല രീതിയിലൊരു ബസ് സ്റ്റേഷൻ വേണം എന്ന് അദ്ദേഹം എന്നോട് എപ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ആഗ്രഹം പ്രകടിപ്പിച്ച് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അംബികയോട് പറഞ്ഞു, അംബിക പോയി എന്ന് ധനകാര്യമന്ത്രിയെ കാണും, പൈസ തരും എന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് കണ്ടതിൻ്റെ അന്ന് തന്നെ പൈസയുടെ കാര്യത്തിൽ ധനകാര്യ വകുപ്പ് ഇച്ചിരി ദാരിദ്ര്യം കാണിച്ചെങ്കിലും, പക്ഷെ പിന്നെ ഇത് PWD കൊണ്ട് നിർമ്മിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അവർ 20 കോടിയുടെ എസ്റ്റിമേറ്റാണ്. 20 കോടിയുടെ എസ്റ്റിമേറ്റ് കണ്ടപ്പോൾ ധനകാര്യമന്ത്രി ഞെട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒറ്റയടിക്ക് വേണ്ട, 2ആയിട്ട് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ കനോപ്പിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഈ ഭാഗത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ഈ ബിൽഡിംഗ് പൊളിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇംഗ്ലീഷിൽ L എന്ന ഷേപ്പിൽ വലിയൊരു ബിൽഡിംഗ് ആവും. താഴ്ന്ന സ്ഥലത്ത് നിന്ന് ബിൽഡിംഗ് 2 നില താഴെയാണ്. അവിടെ നിന്ന് പണിത് കയറി 4 നില ആ ഭാഗത്തും, ഇവിടെ 2 നില അല്ലെ 3 നില, ഇവിടെ 3 നിലയും ആണ് വരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 1 നിലയേ ഉള്ളൂ, ഇവിടെ 3 നിലയുള്ള കെട്ടിടം. അങ്ങനെ അത് 2 കൂടി വരുമ്പോൾ 2 ഒരേ ഹൈറ്റിൽ വരും. ഇവിടെ സ്റ്റീൽ കൊണ്ടുള്ള ഒരു വലിയ 2 കനോപ്പികൾ, വലിയ കൂരകൾ വരും, മനോഹരമായ കൂരകൾ. അതിനടിയിലാണ് ബസ്സുകൾ വരുന്നതും പോകുന്നതല്ല. കേരളത്തിലെ എല്ലാ ബസ് ടെർമിനലുകളും അത്യന്താധുനികമായി നവീകരിക്കുക, അതായത് വിമാനത്താവളങ്ങൾക്ക് തുല്യമായ നിലയിലേക്ക് ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കുകയും അവിടുത്തെ ടോയ്ലറ്റുകൾ നവീകരിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ആറ്റിങ്ങൽ ബസ് സ്റ്റേഷൻ അടക്കം ജീവനക്കാർക്ക് വിശ്രമിക്കാൻ കൊടുക്കുന്ന മുറികൾ എയർ കണ്ടീഷൻ ആയിരിക്കും. മിനിസ്റ്റീരിയൽ ജീവനക്കാരിരിക്കുന്നതും ടിക്കറ്റ് മെഷീൻ കൈകാര്യം ചെയ്യുന്നതുമായ ഭാഗങ്ങൾ മുഴുവൻ എയർ കണ്ടീഷൻ ആയിരിക്കും. ആറ്റിങ്ങൽ ബസ് സ്റ്റേഷൻ നിർമ്മിതി വളരെ പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞു, ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അതിനാവശ്യമായ പണവും ഉണ്ട് എന്ന് പറഞ്ഞു. അത് KSRTC MD-യുമായി സംസാരിച്ചിട്ട് അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്ന പദ്ധതി എന്ന് അവരെ പഠിപ്പിച്ചു കൊടുത്താൽ, കാരണം അതിൻ്റെ ഒരു ദുരുദ്ദേശം ഉണ്ട്. കാരണം ഈ KSRTC കാണിച്ചിട്ട് കൂടുതൽ സ്ഥലം എല്ലായിടത്തും കിടക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ള മാലിന്യം എല്ലാം കൂടി കൊണ്ട് ഇതിനകത്ത് സംസ്കരിക്കാം എന്നുള്ള ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് വലിയ ഉപദ്രവമില്ലെങ്കിൽ അംഗീകരിക്കുന്നുണ്ടല്ലോ. മാലിന്യം കെട്ടിക്കിടക്കുന്നതിനോട് എനിക്ക് യോജിപ്പുള്ള ആളല്ല. മാലിന്യം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് തെരുവ് നായ്ക്കളൊക്കെ വരുന്നത്, പാവപ്പെട്ട അമ്മമാരെയും കുഞ്ഞുങ്ങളെയൊക്കെ കടിക്കുന്നത്. അതുകൊണ്ടൊക്കെ എനിക്ക് അതിനോട് യോജിപ്പാണ്. പക്ഷേ KSRTCയുടെ പെട്രോൾ പമ്പ് പണിയാൻ പറ്റിയ സ്ഥലത്ത് മാലിന്യ സംസ്കരണ പ്ലാന്റ് വെച്ച് കളയുന്നത്. ഇവിടെ പെട്രോൾ പമ്പ് അനുവദിച്ചിട്ടുണ്ട്. യാത്രാ ഫ്യൂൽ അനുവദിച്ചത് MLA പറഞ്ഞിട്ടാണ്. MLA പറഞ്ഞ ഒരു പമ്പ്, പെട്രോൾ പമ്പ്. ഓക്കെ, ആറ്റിങ്ങൽ നഗരത്തിന്റെ നടുവിൽ. അപ്പൊ ഞാൻ സന്തോഷത്തോടെ, നിങ്ങളുടെ ഇവരുടെ അനുവാദത്തോടെ, നമ്മുടെ MLA-യുടെ അക്ഷീണമായ പരിശ്രമത്തിന്റെ ഫലമായി നമ്മളിവിടെ ആരംഭിക്കുന്ന ഈ ഒരു പുതിയ ബസ് സ്റ്റേഷന്റെ 1ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. ആറ്റിങ്ങലിൽ കച്ചേരി നടയിലും KSRTC ബസ് സ്റ്റാൻഡിനും ഐഡന്റിക്കൽ ഫെയർ സ്റ്റേജുകൾ അനുവദിക്കണമെന്ന ആവശ്യവുമായി MLA നൽകിയ നിവേദനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും മന്ത്രി അറിയിച്ചു. ഇത് സംബന്ധിച്ച് KSRTCയുടെ ഫിനാൻസ് വിഭാഗം പരിശോധന നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റ് ഫണ്ടിൽ നിന്നുള്ള 10.30 കോടി രൂപ ചെലവിട്ടാണ് ആറ്റിങ്ങൽ KSRTC ഡിപ്പോ നവീകരിക്കുന്നത്. 95,625 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്നത്. ഇതിൽ 14,125 ചതുരശ്ര അടി വിസ്തൃതിയുള്ള
സ്റ്റീൽ മേൽക്കൂരയോടുകൂടിയ വിശ്രമ കേന്ദ്രവും ഉൾപ്പെടും. ബസ് ടെർമിനലിന്റെ 2 നിലകളും വിശ്രമ കേന്ദ്രവുമാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിക്കുക. പദ്ധതിയിൽ വിശാലമായ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ശീതീകരിച്ച ഓഫീസുകൾ, ജീവനക്കാരുടെ വിശ്രമമുറികൾ, ബജറ്റ് ടൂറിസം സെൽ, കൊറിയർ ലോജിസ്റ്റിക്സ് മുറി, പോലീസ് എയ്ഡ് പോസ്റ്റ്, ക്ലോക്ക് റൂം, ശൗചാലയങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ KSRTC ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് ശങ്കർ IOFS സ്വാഗതം ആശംസിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ M പ്രദീപ്, വൈസ് ചെയർപേഴ്സൺ RS രേഖ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ, KSRTC ഓപ്പറേഷൻസ് വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ്, സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾ, KSRTC ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു.